അക്ഷയാസ് ചിക്കു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡ്രോയിങ് ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത മാർക്കർ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ ബെറ്റർ അതെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മാർക്കറുണ്ട്. ഇനി ചെയ്യാനുള്ളത് അതുകൊണ്ട് ഇതേപോലെ ഒരു ഇത് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എന്നിട്ട് ഇവിടെയും ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇതേപോലെ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ 2 പടം ഞാൻ വരയ്ക്കുന്നുണ്ട്. താഴെ ഒരു പടം, മണ്ടയിൽ ഒരു പടം. അപ്പോൾ അതിനുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ഗ്യാപ്പ് വിട്ട് വരിക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നീറ്റായിട്ട് വയ്ക്കുക. ഇപ്പോൾ സ്കെയിലൊന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. സ്കെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല നീറ്റായിട്ട് പെർഫെക്ഷനിൽ വരച്ചാണ്. കണ്ട ഇനി മരമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതേപോലെ അതിന് ഇങ്ങനെ ഇല വരയ്ക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഇല വരയ്ക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതേപോലെ വരയ്ക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു ചന്ദ്രനെ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു പൂച്ചയ്ക്ക് ഇങ്ങനെ ഒരു ചിഹ്നം കൊടുത്തിട്ട് ഇതേപോലെ ചെവികൾ വരയ്ക്കാം. അതിനുശേഷം മൊത്തത്തിൽ ബ്ലാക്ക് കളർ കൊടുക്കാം. നമ്മളുടെ എല്ലാ സാധാരണ പൂച്ചയ്ക്കും വാലുകൾ കാണത്തില്ലേ? അപ്പോൾ നമുക്ക് വാലും കൂടെ വരയ്ക്കണ്ടേ? അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വാല് വരയ്ക്കാം. അപ്പോൾ വാലുമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ പുല്ല് കളിച്ചിരിക്കുന്ന പോലെ വരയ്ക്കാം. ഇതേപോലെ എന്നിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു കുട്ടി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു പൂച്ചയുടെ കുട്ടിയാണ് അല്ല, ഈ പൂച്ചയുടെ ഉടമസ്ഥനാണ് ഈ കുട്ടി. ഓക്കെ, അപ്പോൾ പൂച്ചയുടെ ഉടമസ്ഥനെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ആ പൂച്ചയുടെ ഉടമസ്ഥനാണ് ഈ കുട്ടി. ഒരു കുട്ടിയും കൂടെ വരയ്ക്കുക, ഒരു ഭംഗിയായിക്കോട്ടെ. ഇനി നമുക്ക് പുല്ലിങ്ങനെ വരച്ച് പോവാം. ഇവിടെയും കൂടെ ഒരു മരം വരയ്ക്കുന്നുണ്ട്. നമ്മളാണ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം. ഇനി നമുക്ക് കുറേ സ്റ്റാർസും വരയ്ക്കാം. ഇനി നമുക്ക് സിമ്പിൾ കാക്കകളെ ഇങ്ങനെ വരയ്ക്കാവേ. ഇപ്പം ഞാൻ ഇവിടെ ഡേറ്റ് എഴുതുന്നുണ്ട്. 26/11/2021 ആണല്ലോ, കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ സൈൻ ഇവിടെ കൊടുക്കാം. AKS AYAS അക്ഷയ ആർട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.